Hi friends, welcome to Spoken English Challenge in the ആറാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് ഏകദേശം 100 സെന്റൻസസ് പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ ആറാമത്തെ ദിവസത്തിലേക്ക് പോകണം. കഴിഞ്ഞ 5 ദിവസത്തെ വീഡിയോസിന്റെയും പ്ലേലിസ്റ്റ് ഞാൻ ഇപ്പോൾ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഇതുവരെ കാണാത്തവർ ഡെഫിനറ്റ് ആയിട്ടും ആ വീഡിയോസ് കൂടെ വാച്ച് ചെയ്യണം. ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം കഴിഞ്ഞ ദിവസം നമ്മൾ തന്ന ഹോം വർക്കിലേക്ക് പോകാം. ഓക്കെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 2 സെന്റൻസസ് ആണ് തന്നത്. ഒന്ന്, അവൻ ഇതുവരെ വന്നില്ല എന്നുള്ളതായിരുന്നു സെന്റൻസ്. അവൻ ഇതുവരെ വന്നില്ല. എന്താ അതിൻ്റെ ഇംഗ്ലീഷ്? He hasn't come yet. He hasn't come yet. Okay, he hasn't come yet. Okay, രണ്ടാമത്തെ സെന്റൻസ്, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു. എന്താ അതിൻ്റെ ഇംഗ്ലീഷ്? I can't believe it. I can't believe it. ഓക്കെ, ഈ 2 സെന്റൻസസ് നമ്മൾ ഇതിന് മുന്നത്തെ പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചിട്ടുള്ളതായിരുന്നു. എനിക്ക് ഫീൽ ചെയ്തത് ഏകദേശം മറ്റുള്ള ദിവസത്തേക്കാൾ കൂടുതൽ പേര് ഉത്തരങ്ങൾ കറക്റ്റാക്കി ശരിയാക്കി എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. തെറ്റാക്കിയവർ വീണ്ടും ശരിയാക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ സെന്റൻസിലേക്ക് പോവാണ്. ഒന്നാമത്തെ സെന്റൻസ് ഇതാണ്: എനിക്ക് തോന്നുന്നു നീ റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്, നീ ശരിയായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ, എനിക്ക് തോന്നുന്നു നീ ശരിയായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് എന്ന്. ഓക്കെ, നമുക്കത് എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാൻ പറ്റും? നമ്മൾ പലപ്പോഴും ലൈഫിൽ പറയുന്ന ഒരു സെൻറ്റൻസ് ആണല്ലേ. ചില കാര്യങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പറയും, ആടാ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് നീ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യണേ എന്ന്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷ് പറയാം? ഐ തിങ്ക് യു ആർ ഡൂയിങ് ദ റൈറ്റ് തിങ്. ഐ തിങ്ക് യു ആർ ഡൂയിങ് ദ റൈറ്റ് തിങ്. ഓക്കെ, ഐ തിങ്ക് യു ആർ ഡൂയിങ് ദ റൈറ്റ് തിങ്. ഓക്കെ, നീ ശരിയായ കാര്യമാണ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നീ ശരിയായിട്ടുള്ള കാര്യമാണ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് യു ആർ ഡൂയിങ് ദ റൈറ്റ് തിങ്. ഇനി നമുക്ക് രണ്ടാമത്തെ സെന്റൻസിലേക്ക് പോവാം. ഏത് സിനിമയാണ് നിനക്ക് കാണാൻ ഇഷ്ടമുള്ളത്? ഏത് സിനിമയാണ് നിനക്ക് കാണണ്ടേ? ഏത് സിനിമയാണ് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാണാനായിട്ട്? ഓക്കെ, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഗസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ ചില സിനിമകൾ കാണും. നമ്മൾ പറയും ഒത്തിരി സിനിമകൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, നിനക്ക് ഏത് സിനിമ കാണാൻ ഇഷ്ടം? നിനക്ക് ഏത് സിനിമ കാണാൻ ഇഷ്ടം? അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ ഒരു സിനിമയ്ക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒത്തിരി സിനിമകൾ റിലീസ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കൂട്ടുകാരനോട് ഫാമിലിയിലുള്ളവരോട് ഏത് സിനിമയാണ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടം, ഏത് സിനിമ കാണുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ചോദിക്കാം, which movie would you like to watch? Which movie would you like to watch? Okay, നമ്മുടെ മക്കളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും സിനിമയ്ക്ക് പോകണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം. എങ്ങനെ? which movie would you like to watch? Okay, which movie would you like to watch? ഇനി നമുക്ക് മൂന്നാമത്തെ സെന്റൻസിലേക്ക് കിടക്കാം. നീ എന്നാണ് സീതയെ കണ്ടത്? ഓക്കെ, അപ്പോൾ സീത പറഞ്ഞ കാര്യം ചില ആളുകൾ നമ്മളോട് പറയണം. അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കുകയാണ്, എടാ നീ എന്നാ സീതേനെ കണ്ടേ, നീ എന്നാ സീതയെ കണ്ടേ എന്ന് ചോദിക്കുകയാണ്. ഇല്ലേ, നമ്മൾ പല ആളുകളെ കുറിച്ച് ഇങ്ങനെ ചോദിക്കും. നീ എന്ന് അവരെ കണ്ടേ, നീ എന്ന് ഇവരെ കണ്ടേ, നീ അവരെ എന്നാ എപ്പോഴാണ് കണ്ടത് എന്നൊക്കെ ചോദിക്കും. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് അത് ചോദിക്കുക? വെൻ ഡിഡ് യു മീറ്റ് സീത? വെൻ ഡിഡ് യു മീറ്റ് സീത? നീ എന്നാണ് സീതയെ കണ്ടത്? നീ എന്നാണ് സീതയെ മീറ്റ് ചെയ്തത്? നീ എന്നാണ് സീതയെ കണ്ടുമുട്ടിയത്? വെൻ ഡിഡ് യു മീറ്റ് സീത? എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കേ, വെൻ ഡിഡ് യു മീറ്റ് സീത. ഓൾറൈറ്റ്. അപ്പോൾ ഇത് എഴുതിയെടുക്കാനായിട്ട് മറക്കരുത്. ബുക്കും പേനയും കയ്യിൽ വെച്ചേക്കണം, നല്ല വൃത്തിക്ക് എഴുതിയെടുത്തേക്കണം. പറഞ്ഞേക്കണം എങ്ങനെ? വെൻ ഡിഡ് യു മീറ്റ് സീത. എനിക്ക് തുണി കഴുകണം, എനിക്ക് തുണി കഴുകാനുണ്ട്, എനിക്ക് തുണി കഴുകണം എന്നൊക്കെ പറയണം. ഓക്കെ, നമ്മളപ്പോൾ കളിക്കാനോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും സിനിമ കാണാനൊക്കെ വിളിക്കുമ്പോൾ കൂട്ടുകാരൻ പറയണം. ചിലപ്പോൾ ബാച്ചിലറായിരിക്കും, ചിലപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവനായിരിക്കും. പറയടാ എനിക്ക് അതിനൊന്നും സമയമില്ല, എനിക്ക് ഒത്തിരി തുണി കഴുകാനുണ്ട്, എനിക്ക് ഒത്തിരി തുണി കഴുകാനുണ്ട്. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ അമ്മമാരോടൊക്കെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വിളിക്കുമ്പോൾ പറയുമ്പോൾ എനിക്ക് തുണി കഴുകാനുണ്ട് എന്ന് പറയും. ഇല്ലേ, എങ്ങനെ നമുക്കത് ഇംഗ്ലീഷ് പറയാം? ഐ ഹാവ് ടു വാഷ് ക്ലോത്ത്സ്. ഐ ഹാവ് ടു വാഷ് ക്ലോത്ത്സ്. ഓക്കെ, അപ്പോൾ അമ്മമാർ വീഡിയോ കാണുന്നവർ മലയാളത്തിൽ പറഞ്ഞിട്ട് മക്കൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ ഇന്ന് മുതൽ ഇംഗ്ലീഷിൽ വൃത്തിക്ക് പറഞ്ഞേക്കണം മക്കളോട്. എങ്ങനെ? ഐ ഹാവ് ടു വാഷ് ക്ലോത്ത്സ്. ഓക്കെ, നമ്മുടെ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ അവർ വിട്ടുപോക്കോളും. ഓക്കെ, പറയണം എങ്ങനെ? ഐ ഹാവ് ടു വാഷ് ക്ലോത്ത്സ്. ഐ ഹാവ് ടു വാഷ് ക്ലോത്ത്സ്. എൻ്റെ കൺമുന്നിൽ നിന്ന് പോകും. നമ്മൾ നല്ല കട്ട കലിപ്പ് വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ് അല്ലേ. നമ്മൾ പല ആളോടും പറയും, എൻ്റെ കൺമുന്നിൽ നിന്ന് പോയി ഞാൻ അല്ലെങ്കിൽ വല്ലതും പറയും, ഞാൻ വല്ലതും ചെയ്യും എന്നൊക്കെ പറയും. എൻ്റെ കൺമുന്നിൽ നിന്ന് പോകുമെന്ന് പറയും. ഇല്ലേ, ആ കലിപ്പ് വരുമ്പോൾ ഇതുവരെ ഞാനൊരു സെൻറ്റൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ചലഞ്ചിൽ നമ്മൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് ആഡ് ചെയ്തിരിക്കുന്നത്. ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. ഓക്കെ, വളരെ പാവമായിട്ട് ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ് എന്നൊന്നും പറഞ്ഞേക്കരുത്. നല്ല പവർഫുൾ ആയിട്ട് നല്ല ദേഷ്യപ്പെട്ട് പറയണം. എങ്ങനെ? ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. എൻ്റെ കൺമുന്നിൽ നിന്ന് പോകും. ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. ഓക്കെ, ഞാനിത് പഠിപ്പിച്ചൊന്നും പറഞ്ഞ് കാണുന്നവരുടെ മുന്നിൽ മുഴുവൻ നിന്നിട്ട് ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ് എന്നൊന്നും പറഞ്ഞേക്കരുത്. ഉള്ളിൽ നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിച്ചേക്കാം. ഇംഗ്ലീഷിൽ പറയണം എങ്ങനെ? ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. ഇനി നമ്മൾ ആറാമത്തെ സെൻറ്റൻസിലേക്ക് പോകണം.
എനിക്കിന്ന് നേരത്തെ പോകണം. പലപ്പോഴും നമ്മൾ ജോലിക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാംസുകളുണ്ട്, എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ്സുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടെയുള്ള ആളുകളുടെ അടുത്ത് പറയും എനിക്കിന്ന് നേരത്തെ പോകണം എന്ന് പറയും. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസാണ് എനിക്കിന്ന് നേരത്തെ പോകണം. എങ്ങനെ നമുക്കത് ഇംഗ്ലീഷിൽ പറയാം? I have to leave early today. ഓക്കെ, ഇങ്ങനെ പറയാം, I have to leave early today. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കേ, I have to leave early today. ഇനി നമുക്ക് ഏഴാമത്തെ സെന്റൻസിലേക്ക്. ഓക്കെ, ഏഴാമത്തെ സെന്റൻസ് എന്താണെന്ന് അറിയൂ? അവൻ തലനാരി ഇഴക്കി രക്ഷപ്പെട്ടു, അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഓക്കെ, നമ്മൾ പലപ്പോഴും പറയണതാണല്ലോ, ചില ദിവസങ്ങളൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ കുടുംബത്തെ എത്തിച്ചേരുന്നു എന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അത്രയും അപകടങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യും. ഓക്കെ, ചില പിള്ളേരുകളൊക്കെ ബൈക്ക് കൊണ്ട് പോകണമെന്ന് പറയും, എൻ്റെ ദൈവം അവൻ തലനാരി ഇഴക്കാണ്ട് അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാട്ടോ എന്നൊക്കെ പറയും. എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയാം? He had a narrow escape. Okay, he had a narrow escape. Okay, ഇങ്ങനെ പറയാം, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ, he had a narrow escape. Okay, he had a narrow escape. അവൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു, അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ പറയാം. എനിക്ക് വേറെ പോംവഴിയില്ല. എട്ടാമത്തെ സെൻറ്റൻസാണ്, എനിക്ക് വേറെ പോംവഴിയില്ല. ഓക്കെ, നമ്മൾ ചില കാര്യങ്ങൾ ഗത്തികെട്ടിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് ചെയ്യരുതെന്ന് പറഞ്ഞ ആളുകളൊക്കെ നമ്മൾ ചില നോട്ടങ്ങൾ കൊണ്ട് സംസാരിക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കുമ്പോൾ പറയും സോറിടാ എനിക്ക് വേറെ പോംവഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ചില സമയങ്ങളിൽ പറയും എനിക്ക് ഈ ഒരു ഡിസിഷൻ എടുക്കലേ ഓപ്ഷനുള്ളൂ, എനിക്ക് വേറൊരു പോംവഴിയില്ല. ഓക്കെ, ഐ ഹാവ് നോ ഓൾട്ടർനേറ്റീവ്. ഓക്കെ, ഐ ഹാവ് നോ ഓൾട്ടർനേറ്റീവ്. എനിക്ക് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല, വേറൊരു ഡിസിഷൻ എടുക്കാനില്ല, ഇതേ ഉള്ളൂ. ഓക്കെ, ഐ ഹാവ് നോ ഓൾട്ടർനേറ്റീവ്. ഇനി നമുക്ക് ഒൻപതാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. അവൻ പറയണതൊന്നും സത്യമല്ല. ഓക്കെ, ഇങ്ങനെ നമുക്കത് പറയാം. നമ്മൾ പല സമയത്തും പറയല്ലേ, നമ്മളെ കുറിച്ച് അങ്ങനെ അപവാദങ്ങൾ പറയും. അവൻ പറയുന്നതൊന്നും സത്യമല്ല. ഓക്കെ, വാട്ട് എവർ ഹി സേസ് ഈസ് നോട്ട് ട്രൂ. ഓക്കെ, വാട്ട് എവർ ഹി സേസ് ഈസ് നോട്ട് ട്രൂ. ഓക്കെ, ഇങ്ങനെ പറയാം, whatever he says is not true. Okay, എൻ്റെ ഒപ്പം ഒന്നുകൂടി പറഞ്ഞു നോക്കിക്കേ, whatever he says is not true. Okay, whatever he says is not true. Okay, അപ്പോൾ ഇത് എഴുതിയെടുക്കണം കേട്ടോ, വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ പറയാം? whatever he says is not true. എനിക്ക് അതിൻ്റെ ഉപദേശമൊന്നും വേണ്ട. ഓക്കെ, നമ്മൾ ചില കാര്യങ്ങളുടെ തീരുമാനങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചിലർ വല്ലാതെ ഉപദേശിക്കും. ഇപ്പം നമ്മളൊക്കെ പറയും എനിക്കിത് ഉപദേശമൊന്നും വേണ്ട, എന്നൊരു തീരുമാനം പറയും. ഓക്കെ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഉപദേശം കേൾക്കാൻ താല്പര്യമില്ല, എന്നെ ഇങ്ങനെ ഉപദേശിക്കേണ്ട എന്ന് പറയാം. ഓക്കെ, എങ്ങനെ നമുക്കത് ഇംഗ്ലീഷിൽ പറയാം? I don't need your advice. Okay, I don't need your advice. Okay, ഇത് പറഞ്ഞ മക്കൾ പാരൻസിൻ്റെ അടുത്തൊന്നും അങ്ങനെ പറഞ്ഞേക്കരുത്. നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ ചില ദേഷ്യ സമയങ്ങളിലൊക്കെ നമ്മൾ പറയുന്നതാണ് I don't need your advice. എനിക്ക് ഇതിൻ്റെ ഉപദേശമൊന്നും വേണ്ട. I don't need your advice. Okay, I don't need your advice. Okay, പാരൻസ് പലപ്പോഴും നമുക്ക് അഡ്വൈസ് തരുന്നത് നമ്മുടെ നന്മ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതെത്ര മോശമാണെങ്കിലും നല്ലതാണെങ്കിലും കേൾക്കേണ്ട ഉത്തരവാദിത്വം മക്കളായ ഓരോരുത്തർക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പറയാം, I don't need your advice. ഞാൻ വെള്ളിയാഴ്ചകളിൽ നോൺ വെജ് കഴിക്കാറില്ല. പല ആളുകൾക്ക് പല ദിവസങ്ങളായിരിക്കും നോൺ വെജ് സ്കിപ്പ് ചെയ്യുക. ചില ആളുകൾ നോൺ വെജ് കഴിക്കില്ല. ചില ആളുകൾ വെള്ളിയാഴ്ചകളിൽ നോൺ വെജ് ഒഴിവാക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ വെള്ളിയാഴ്ചകളിൽ ഈ നോൺ വെജൊക്കെ നമ്മളെ കഴിക്കാനായിട്ട് നിർബന്ധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചൊവ്വാഴ്ചകളിലാണ് നോൺ വെജ് കഴിക്കാത്തത്. ഇപ്പോൾ ട്യൂസ്ഡേയ്സിൽ നമ്മുടെ അടുത്ത് നോൺ വെജ് കഴിക്കാൻ നിർബന്ധിക്കും. നമ്മൾ പറയും ഞാൻ ചൊവ്വാഴ്ചകളിൽ നോൺ വെജ് കഴിക്കാറില്ല, ഞാൻ വെള്ളിയാഴ്ചകളിൽ നോൺ വെജ് കഴിക്കാറില്ല എന്നൊക്കെ പറയും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക. I don't eat non-veg on Fridays. Okay, I don't eat non-veg on Fridays. Okay, എൻ്റെ ഒപ്പം പറഞ്ഞു നോക്കിയേ, I don't eat non-veg on Fridays. I don't eat non-veg on Fridays. ഇനി നമുക്ക് 12ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. നീ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? ചില കാര്യങ്ങളൊക്കെ പരാതികൾ പറയുമ്പോൾ പോലീസുകാരൊക്കെ ചോദിക്കും നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സിങ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? നീ ആരെയാണ് സംശയിക്കുന്നത്? ഓക്കെ, whom do you suspect? Okay, whom do you suspect? നീ ആരെയാണ് സംശയിക്കുന്നത്? whom do you suspect? Okay, നീ ആരെയാണ് സംശയിക്കുന്നത്? എങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റുക? whom do you suspect? Okay, whom do you suspect? ഇനി നമുക്ക് 13ാമത്തേലേക്ക് പോവാം. ട്രെയിൻ സമയത്ത് തന്നെ വന്നു. ഓക്കെ, ട്രെയിൻ സമയത്ത് തന്നെ വന്നു. വളരെ വിരളമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്.
അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എങ്കിലും ലേറ്റ് ആവാതെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ഒരൊറ്റ ട്രെയിനും വരുന്ന കാര്യമില്ല. പക്ഷേ ചില ട്രെയിൻസ് കറക്റ്റ് സമയത്ത് വന്നു കഴിയുമ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ അടക്കം എല്ലാവരും അന്തം വിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഭയങ്കര അതിശയത്തോടുകൂടെ പറയുകയാണ്, ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെ വന്നു, ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെ വന്നു. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുക ഇംഗ്ലീഷിൽ, ദ ട്രെയിൻ കെയിം ഓൺ ടൈം. ഓക്കെ, ദ ട്രെയിൻ കെയിം ഓൺ ടൈം. ഓക്കെ, ഇങ്ങനെ പറയാം, the train came on time. Okay, എക്സൈറ്റ്മെൻറ്റോടുകൂടി പറയണം, the train came on time. ഓക്കെ, ഇങ്ങനെ പറയാനായിട്ടുള്ള പോസിബിലിറ്റി ഒക്കെ ചിലപ്പോൾ വളരെ കുറവായിരിക്കും. ഇനിയെല്ലാം നിങ്ങളൊരു ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടോ ഫാമിലി മെമ്പറൊക്കെ വിളിച്ച് നോക്കിയാൽ ട്രെയിനൊക്കെ കറക്റ്റ് സമയത്ത് വന്നോ, നമ്മൾ 5-10 മിനിറ്റ് വൈകിയാൽ നമ്മൾ പറയും the train came on time. ഓക്കെ, അത് കറക്റ്റ് സമയത്ത് തന്നെ വന്നു എന്ന് പറയും. ഓക്കെ, the train came on time. ഇനി നമുക്ക് പുതുവർഷത്തിലൊക്കെ പറയാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ. ഓക്കെ, 2023 പറയാൻ പറ്റിയതാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ നന്നായിട്ട് പുതിയ ഡിസിഷൻസ് ഒക്കെ എടുത്ത് അത് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ ആ തുടക്കം നന്നായി കഴിയുമ്പോൾ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ്, നല്ല തുടക്കമാണോ, നല്ല തുടക്കമാണ് കേട്ടോ എന്ന് പറയണം. ഓക്കെ, ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് എ ഗുഡ് ബിഗിനിങ്, ഇറ്റ് ഈസ് എ ഗുഡ് ബിഗിനിങ്, ഇറ്റ്സ് എ ഗുഡ് ബിഗിനിങ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഗുഡ് ബിഗിനിങ് എന്നുള്ളതിനെയാണ് നമ്മൾ ഷോർട്ടാക്കിയിട്ട് പറയാം. എങ്ങനെ? It's a good beginning. It's a good beginning. Okay, it's a good beginning. Okay, ഇതൊരു നല്ല തുടക്കമാണ്. It's a good beginning. ഇനി നമ്മൾ 15ാമത്തെ സെൻറ്റൻസിലേക്ക് പോകണം. ഞാൻ അവനുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്തു, ഞാൻ അവനോട് ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്തു ഇല്ലേ. നമുക്ക് ആരോടെങ്കിലുമൊക്കെ പറയാനുണ്ടാവും, ഒത്തിരി പേർക്ക് ഒത്തിരി കാര്യങ്ങൾ കേൾക്കാനുണ്ടാവും, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനും അത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ ആശ്വാസമാണ്. ഓക്കെ, നമ്മളിങ്ങനെ വലിയ ആശ്വാസത്തിൽ നമ്മുടെ ഒരു സുഹൃത്തിനോട് പറയുകയാണ്, ഞാൻ അവനോട് ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഓക്കെ, അവനോട് ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഇങ്ങനെ പറയാം, ഐ ഷെയർഡ് മെനി തിങ്സ് വിത്ത് ഹിം. ഐ ഷെയർഡ് മെനി തിങ്സ് വിത്ത് ഹിം. ഓക്കെ, ഞാൻ അവനോട് ഒത്തിരി കാര്യങ്ങൾ പങ്കുവെച്ചു. ഐ ഷെയർഡ് മെനി തിങ്സ് വിത്ത് ഹിം. ഓക്കെ, ഐ ഷെയർഡ് മെനി തിങ്സ് വിത്ത് ഹിം. ഇനി നമ്മൾ 16ാമത്തെ സെൻറ്റൻസിലേക്ക്, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഇംഗ്ലീഷിലേക്ക് അല്ലെങ്കിൽ മലയാളത്തിലേക്ക് അല്ലെങ്കിൽ ജർമ്മനിലേക്കൊക്കെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരൂ. ഓക്കെ, എനിക്ക് ചില സമയത്ത് കമൻറ്റിലൊക്കെ വരാറുണ്ട്, ചില മലയാളം സെൻറ്റൻസസ് തന്നിട്ട് അത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് തരാനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒത്തിരി കിട്ടുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് തരുന്ന കമൻറ്റിന് റൈറ്റ് ആയിട്ടുള്ള ആൻസർ തരാൻ തന്നെ നമുക്ക് പലപ്പോഴും സമയം കിട്ടാത്ത അവസ്ഥയിൽ ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാണ്. ഈ കാര്യം എനിക്കൊന്ന് ട്രാൻസ്ലേറ്റ് തർജ്ജമ ചെയ്ത് തരുമോ, ഒക്കെ ഒന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കി തരുമോ അല്ലെങ്കിൽ മലയാളത്തിലേക്ക് ആക്കി തരുമോ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദിക്കുക, ക്യാൻ യു ട്രാൻസ്ലേറ്റ് ദിസ് ഫോർ മീ. ഓക്കെ, ക്യാൻ യു ട്രാൻസ്ലേറ്റ് ദിസ് ഫോർ മീ. ഓക്കെ, ക്യാൻ യു translate this for me. Okay, ഇങ്ങനെ ചോദിക്കുക, can you translate this for me. Okay, ഇതെനിക്കൊന്ന് തർജ്ജമ ചെയ്ത് തരൂ. ഓക്കെ, can you translate this for me. നിനക്ക് എൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം കേട്ടോ. നിനക്ക് എൻ്റെ സഹായം വല്ലതും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ഓക്കെ, കൂട്ടുകാരൻ എന്തെങ്കിലും പുതിയത് തുടങ്ങാൻ പോവാണ്, അല്ലെങ്കിൽ അവൻ്റെ കല്യാണമാണ്, അല്ലെങ്കിൽ അവർ കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ പറയണം, എടാ സഹായം വല്ലതും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണേ. ഓക്കെ, സഹായം വല്ലതും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണേ. നമ്മളെപ്പോഴും പറയുന്നതാണ് കൂട്ടുകാരുടെ അടുത്ത്, ബന്ധുക്കളുടെ അടുത്ത്, വീട്ടിലുള്ളവരുടെ അടുത്തൊക്കെ. ഓക്കെ, എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? If you need my help, please let me know. Okay, if you need my help, please let me know. Okay, if you need my help, please let me know. Okay, ഒന്നുകൂടെ എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ, if you need my help, please let me know. Okay, if you need my help, please let me know. നീ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവന് പറഞ്ഞു കൊടുത്തു. നമ്മുടെ അടുത്ത സെൻറ്റൻസ് ആട്ടോ, നീ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവന് പറഞ്ഞു കൊടുത്തു. ഇപ്പം നമ്മളൊരാളോട് പറയണത് നിൻ്റെ കീഴിലുള്ള ആൾക്കാർ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ എന്നൊക്കെ നമ്മൾ പറയാം. ഓക്കെ, അത് കഴിയുമ്പോൾ നമ്മളൊരു കൺഫർമേഷൻ എടുക്കും അല്ലേ, ഇതൊക്കെ ചെയ്തോ, ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മളൊരു കൺഫർമേഷൻ എടുക്കും. ഓക്കെ, നീ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവന് പറഞ്ഞു കൊടുത്തോ. ഓക്കെ, എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയാം? ഡിഡ് യു ടെൽ ഹിം ഹൗ ടു ഡു ഇറ്റ്. ഓക്കെ, ഡിഡ് യു ടെൽ ഹിം ഹൗ ടു ഡു ഇറ്റ്. ഓക്കെ, എങ്ങനെ പറയാം? ഡിഡ് യു ടെൽ ഹിം ഹൗ ടു ഡു ഇറ്റ്. ഓക്കെ, നീ അവന് പറഞ്ഞു കൊടുത്തു എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഡിഡ് യു ടെൽ ഹിം ഹൗ ടു ഡു ഇറ്റ്. ഓക്കെ, എങ്ങനെയാ? ഡിഡ് യു ടെൽ ഹിം ഹൗ ടു ഡു ഇറ്റ്. ഇനി നമ്മൾ 19ാമത്തെ സെൻറ്റൻസിലേക്ക് പോകണം. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇനി എന്താ ചെയ്യുക? ഓക്കെ, വാട്ട് ഷാൽ ഐ ഡു. ഓക്കെ, വാട്ട് ഷാൽ ഐ ഡു. ഞാൻ ഇനി എന്താ ചെയ്യുക? ഓക്കെ, ചില പെട്ടെന്ന് നിൽക്കുന്ന സമയങ്ങളൊക്കെ നമ്മൾ നോക്കി ഇനി എന്താ ചെയ്യുക? വാട്ട് ഷാൽ ഐ ഡു. ഓക്കെ, വാട്ട് ഷാൽ ഐ ഡു. ഒരു പോംവഴിയില്ലാണ്ട് നിൽക്കുമ്പോൾ കൂട്ടുകാരൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കണം, വാട്ട് ഷാൽ ഐ ഡു, ഞാൻ എന്താ ചെയ്യുക എന്ന് പറയാം. ഓക്കെ, കൂട്ടുകാരന്മാരുടെ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്കൊരു പോംവഴി പറഞ്ഞു കേട്ടോ. ഓൾറൈറ്റ്, അപ്പോൾ ഇനി നമ്മൾ 20ാമത്തെ അവസാനത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ഐ ഹാവ് കംപ്ലീറ്റഡ് 120 സെൻറ്റൻസസ്. ഇതാണ് നമ്മുടെ സെൻറ്റൻസ്. ഇതാ ഞാനിപ്പോൾ 120 സെൻറ്റൻസുകൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് നമ്മുടെ 120ാമത്തെ സെൻറ്റൻസ് ആണോ. ഐ ഹാവ് കംപ്ലീറ്റഡ്
120 sentences. Okay, ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, I have completed 120 sentences. Okay, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒന്ന് തോളത്തേണ്ടി അപ്രീഷിയേറ്റ് ചെയ്തോ, 120 സെൻറ്റൻസസ് നമ്മൾ അങ്ങനെ പഠിച്ചെടുത്തേക്കാണ്. ഓൾറൈറ്റ്, ഈ 120 സെൻറ്റൻസസ് നിങ്ങളുടെ ബുക്കിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലേതെങ്കിലും വീഡിയോസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ആ വീഡിയോ കണ്ട് ആ സെൻറ്റൻസ് കൂടെ നിങ്ങൾ എഴുതിയെടുത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓൾറൈറ്റ്, അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ ഹോംവർക്കിലേക്ക് പോവാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ സെൻറ്റൻസ് പറയുന്നത്. അവനിത് ഒറ്റയ്ക്കാണ് ചെയ്തത്. അവനിത് ഒറ്റയ്ക്കാണ് ചെയ്തത്. ഓക്കെ, അവനിത് ഒറ്റയ്ക്കാണ് ചെയ്തത്. ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതിന് നിങ്ങൾക്ക് സെൻറ്റൻസ് എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് വീഡിയോ കണ്ട് ഇത് പഠിക്കണം. ഓക്കെ, അവനിത് ഒറ്റയ്ക്കാണ് ചെയ്തത്. ഇനി നമ്മൾ രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് പോകണം. പരാതിപ്പെടല്ലേ, പരാതിപ്പെടരുത്, പരാതിപ്പെടരുത്, പരാതിപ്പെടല്ലേ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. പരാതിപ്പെടരുത്, പരാതിപ്പെടല്ലേ എന്നൊക്കെ നമ്മൾ പറയണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മലയാളം സെൻറ്റൻസിൻ്റെയും ഇംഗ്ലീഷ് സെൻറ്റൻസ് കമൻറ്റ് ചെയ്യണം, ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യണം. ഇനി അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സെൻറ്ററിൽ, ചാലക്കുടിയിലാണ് നമ്മുടെ ഓഫീസുള്ളതെന്ന് നിങ്ങൾക്കറിയാം, നമ്മൾ ഓഫ്ലൈൻ ഇംഗ്ലീഷ് ട്രെയിനിങ്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളും IELTS ക്ലാസ്സുകളും ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും IELTS സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ ചെയ്യണം, ചാലക്കുടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് നേരിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഒപ്പം നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി നമ്മുടെ ട്രെയിനേഴ്സായിട്ട് സംസാരിച്ച് ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യാം. അതിന് ഞാൻ ഈ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ചലഞ്ചിൻ്റെ 7ാമത്തെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓൾറൈറ്റ്, until then, it's bye from Linto.